കരിഞ്ഞു പോയിട്ട് മഞ്ഞുകാലമാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സീസണിൽ വീണ്ടും ഇതെല്ലാം തെളിടുത്ത് പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ട് മാറും. തേനീച്ച, ഹണിബി, ഇവിടെ മുഴുവൻ നല്ല പൂക്കളുണ്ട്. പൂക്കൾ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇത് കേട്ടോ, ഇവിടുത്തെ ഈ പൂക്കളുടെ ഭംഗി കണ്ട. ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ മഞ്ഞുരുകിയുള്ള വെള്ളമാണ് ഈ ലേക്കിലുള്ളത്. ഈ മഞ്ഞൊന്നും ഇപ്പോഴും ഉരുകി തീർന്നിട്ടില്ല. അത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ആ മഞ്ഞൊക്കെ അവിടെ ഉണ്ടാവൂ. നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറി പോകാന്നുള്ളൊരു ഡിസ്റ്റൻസിനാണുള്ളത്. ഒരു 500 മീറ്റർ നടന്ന് കയറി പോകണം. പക്ഷേ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആൽഫബറ്റ് മൊനുമെന്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി ഒരു ഹില്ല് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പരിപാടി പൂരി ലേക്ക്, അതുപോലെ അരകാത് മൗണ്ടൻ, ഇത് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല ഡ്രൈവ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മൗണ്ടനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അവസ്ഥ നമ്മുടെ നാട്ടിലെ റോഡ് പോലെയൊക്കെ ഉണ്ട്. മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാണ്. അത് പൊതുവെ ഈ ഒരു ടെറൈനിൽ ഇങ്ങനെ മണ്ണ് വിണ്ട് കയറുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റോഡൊക്കെ ഇത്രയും ചീത്തയായി പോകുന്നതാണ് ഇന്നലെ വന്ന് ഗൈഡ് പറഞ്ഞത്. ഇപ്പോൾ പുള്ളി ഗ്യാസിലോട്ട് മാറ്റി, കാരണം നിരപ്പായ സ്ഥലമായി. കയറ്റം വരുമ്പോൾ പെട്രോളിലോട്ട് മാറ്റണം, അങ്ങനെയാണ്. 29 ഡിഗ്രിയാണ് പുറത്തെ ചൂട്. പക്ഷേ ചൂടത്ര ഫീൽ ചെയ്യുന്നില്ല. ഓക്കെയാണ്. നമ്മളിപ്പോൾ ഇനി മലയുടെ മേളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ചൂടിനെയും കുറയുന്നതാണ് ഗൈഡ് പറയുന്നത്. ദൂരെ നമ്മുടെ മലകളിലും ഗ്ലേഷ്യറൊക്കെ കാണുന്നുണ്ട്. എന്തായാലും മേളിലോട്ട് പോകുമ്പോൾ ചൂട് എന്തായാലും കുറയും. എന്തായാലും ഇപ്പോൾ കാഴ്ചകൾ കാണാം. നമ്മൾ ആൽഫബറ്റ് മൊനുമെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 29 കുറച്ചൊരു 2-3 കിലോമീറ്റർ മുകളിലോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ 27 What is the name of that forest? Burakan. The name of village is Burakan. Okay, Burakan forest. Okay. Like belongs to this village. So we are crossing through Burakan village. No, when we go back already, we will go through this village. We are not coming by this way. Okay. I will show you from where we are going by another. Okay. So we are entering to the forest, then going to Burakan village. From other side. Other the side forest we are going back. Okay. Because this bumpy road only one side need to pass. Yeah, right. It's not good for car. Other road is good? Yeah, like this, but anyway, not bumpy. Okay. Why it is bumpy? Because the other one is main road, but so this is only if I go by other road, so I have to go and come back. Okay, നമ്മളിപ്പോൾ ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി. ചെറിയ കുറ്റിമരങ്ങളാണ്, വലിയ മരങ്ങളല്ല, ചെറിയ മരങ്ങളാണ്. പക്ഷെ തിങ്ങി നിറഞ്ഞിട്ടുള്ള മരങ്ങളുണ്ട്. അപ്പോൾ മഞ്ഞുകാലമാകുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ മുഴുവൻ ഇലകളൊക്കെ പോയിട്ട് തടി മാത്രമാവും. മുഴുവൻ ഇലകളും പോയി. ഇവിടെയൊക്കെ ഇപ്പോഴും റോഡ് സൈഡിൽ പൂക്കളുണ്ട് കേട്ടോ. മഞ്ഞ കളറിലൊക്കെയുള്ള പൂക്കൾ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെന്തായാലും കുറച്ചും കൂടെ പോയി നോക്കാം. നല്ല പൂക്കളൊക്കെ കാണുന്ന സ്ഥലമാണ്. കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങാം. 26 നമ്മളിപ്പോൾ AC ഒക്കെ ഓഫ് ചെയ്ത് നല്ല തണുപ്പായി. See fresh air. You will feel now cooler than this. Maximum will be there, I think 18. Maximum. Okay. But I think it will be less, not 18. Okay. AC ഓഫ് ചെയ്തു. ACയുടെ ആവശ്യമില്ല. പുറത്ത് നല്ല തണുപ്പുണ്ട്. Will not see anymore. Only we will go. Okay. നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് നേരെ മാറിയിട്ട് മെയിൻ റോഡിലോട്ട് ഇറങ്ങി. നമ്മളിനി തിരിച്ച് അവൾ പോകില്ല എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും നമ്മൾ വേറൊരു റോഡിൽ വന്നു. ഇത് നല്ല റോഡെന്നാണ് പറഞ്ഞത്. തേനീച്ച, ഹണിബി.
don't call it. No, it's government. Okay, okay. There are no trees, so we can call it forest. Okay, because there is no trees. 23 height temperature. Yeah, I know it is. 23, 25. ചൂട് വീണ്ടും കുറഞ്ഞു 23 നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പൂക്കൾ കണ്ടിട്ട് നിർത്തിയതാണ്. താഴ്ന്ന് വരുന്ന സമയത്തെല്ലാം കരിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മുകളിലോട്ട് വരുന്തോറും പൂക്കൾ ഒരുപാടുണ്ട്. ഇവിടെ മുഴുവൻ നല്ല പൂക്കളുണ്ട്. പൂക്കൾ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇത് കേട്ടോ, ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പൂക്കളും പച്ചപ്പൂക്കളുണ്ട്. ഇവിടെ നമ്മൾ മുകളിലോട്ടായി കുന്ന് കയറി മുകളിലോട്ട് വരുന്നതോറും പച്ചപ്പും പൂക്കളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. കരിഞ്ഞ് തുടങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ ടെമ്പറേച്ചർ എത്രയാണെന്നൊരു 23-24 അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ ഇപ്പോഴും ഉണ്ട്, കരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നല്ല പൂക്കൾ കണ്ട സ്ഥലത്ത് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കയറ്റമാണ്, ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക. തണുപ്പ് സമയമാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വരാനേ പറ്റില്ല. ഇവിടെ എല്ലാം മഞ്ഞ് മൂടിയിട്ട് ഈ റോഡെല്ലാം അടഞ്ഞു. ഇവിടെ വരാൻ പറ്റില്ല. എന്താ ഒരു ലുക്ക് എന്നറിയും. ചെറിയൊരു റോഡ്, കുത്തനെയുള്ള ഒരു കയറ്റം, പച്ചപ്പ്, മലകൾ, അതുപോലെ മേഘം, തെളിഞ്ഞ ആകാശമാണ്, മേഘമുണ്ട്. അപ്പോൾ ഫോട്ടോക്കും വീഡിയോയ്ക്കും ഒക്കെ നല്ല സൂപ്പർ ലുക്കാണ്. During winter, what they will do? They move from here to their They will move. houses. This is not their houses. This is temporary. ഇത് ചെമ്മരിയാട് ഫാമാണ്. ഇത് പക്ഷേ ചൂട് കാലത്ത് മാത്രമേ ഇവർ ഇവിടെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ചെമ്മരിയാടിൻ്റെ രോമമൊക്കെ വെട്ടി അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നത് തണുപ്പായി കഴിഞ്ഞാൽ, തണുപ്പ് സീസൺ ആകുന്ന സമയത്ത് ഇവർ നേരെ താഴോട്ട് പോകും. അതായത് കുന്നിറങ്ങിയിട്ട് താഴോട്ട് പോകും. എന്നിട്ട് തണുപ്പ് കഴിയുമ്പോൾ അവർ പശുവിനെയും ആടുകളെയും കൊണ്ടിട്ട് ഈ കുന്നിൻ്റെ മേലിലോട്ട് വരും. ഞാനിവിടെ വായിച്ചതാണ്, ഇന്നും ഈ പരമ്പരാഗത രീതിയിൽ ആട് വളർത്തലും പശു വളർത്തലും ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ. അതിൽ ഒരു ടീം എന്ന് പറഞ്ഞാൽ അർമേനിയക്കാരാണ്. അവർ ഇപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ, അതായത് തണുപ്പ് സമയമാകുമ്പോൾ അവർ താഴെ വാലിയിലോട്ട് പോകും. വേനൽക്കാലമാകുമ്പോൾ മല കയറിയിട്ട് ഇതുപോലുള്ള കുന്നും പ്രദേശത്ത് വന്നിട്ട് ആടും പശുവിനെയൊക്കെ നയിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള അർമേനിയർ. മുകളിലോട്ട് കയറി വരുന്നതോറും നമ്മുടെ മഞ്ഞുമലകൾ വളരെ അടുത്തായി. You want to stop now or when we come back? Stop. Yes. Now they will come and that's money. Hey! Jeszcze ma cięcia masę, to jest strana palin çekelim. Jeszcze muzun, ilan zvelat zahek. ഇവിടെ ഒരു ചെമ്മരിയാട് ഫാം. വന്ന വഴിക്ക് ജസ്റ്റ് വെറുതെ ഇറങ്ങിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഈ പൂക്കളുടെ ഭംഗിയാണ്ട.
ഓ സൂപ്പർ. ആടുകളൊക്കെ ഇങ്ങനെ വെയിലും കൊണ്ട് നിൽക്കുകയാണ്. ഇതിനകത്ത് മുഴുവൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. നല്ല സൂപ്പർ വ്യൂ ആണ്. ഇവിടുത്തെ ഒരു 360 ഡിഗ്രി വ്യൂ ഞാൻ കാണിച്ചു തരാം. സൂപ്പർ. നമ്മൾ ഈ 2 ദിവസം കണ്ട കാഴ്ചകളില്ല. ഇന്ന് മുഴുവൻ ടെറൈനാകെ മാറി മുഴുവൻ എന്താണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് ഇപ്പോൾ ഉള്ളത്. എത്രയാണ് ഹൈറ്റ് എന്നറിയില്ല, പക്ഷേ നല്ല തണുപ്പാണ്, നല്ല ഉള്ള സ്ഥലമാണ്. മൊട്ടക്കുന്നുകളും പച്ചപ്പ് നിറഞ്ഞ മൊട്ടക്കുന്നുകൾ. ഈ ഭാഗത്ത് ഇങ്ങനെ പാറക്കല്ലുകൾ കൂട്ടി ഇട്ടിരിക്കുകയാണ്. വോൾക്കാനിക് റോക്കുകളാണ്. ഇറ്റ് വാസ് വോൾക്കാനിക് മൗണ്ടൻ ബിഫോർ. Yes. And how they came? Yes, right. അഗ്നിപർവ്വതം പൊട്ടിയാണ് ഈ മലകളൊക്കെ, ഈ കാണുന്ന മലകളൊക്കെ ഉണ്ടാകുന്നതാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അതിൻ്റെ ആ സമയത്തുണ്ടായ കല്ലുകളാണ്, വോൾക്കാനിക് ഇറക്ഷൻ മൂലം ഉണ്ടായ കല്ലുകളാണ്. അപ്പുറത്തെ സൈഡിൽ ആ മലയിൽ നോക്കിയാലും കാണാം സെയിം അവിടെ. അവിടുത്തെ ഒരു വ്യൂ ആണ്. നമുക്ക് വീഡിയോയിൽ എത്ര ഒരു ഭംഗി ഉണ്ടാവുമെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ സൂപ്പർ വ്യൂ ആണ്. കാരണം ഇങ്ങനെ ആ കുറച്ച് ഭാഗം മേഘം കൊണ്ട് ഇങ്ങനെ കറുത്ത മേഘത്തിൻ്റെ നിഴലും പച്ചപ്പും. ഏറ്റവും ടോപ്പിലൊരു ബിൽഡിംഗ് എന്തോ കാണുന്നുണ്ട്. അങ്ങോട്ടായിരിക്കും നമ്മൾ പോകുന്നത്, അറിയില്ല. നമ്മൾ ഈ റോഡ് തീരുന്ന സ്ഥലം വരെ പോകുന്നതാണ് ഗൈഡ് പറയുന്നത്. ഇത് അരകാത്ത് മൗണ്ടൻ ആണ്. It is the highest peak in Armenia. Yes. What is the height in India? No, 3090, but we are not reaching 3000. Around 200 we are reaching. ടോപ്പ് പോയിന്റ് വല്ലതും ഒന്ന് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായി. നല്ല തണുപ്പുണ്ട്. നമ്മൾ ജാക്കറ്റ് ഒന്നും We എടുത്തിട്ടില്ല. are going by this way. This way? അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, കോഫി ഷോപ്പൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ബിൽഡിങ്സ്? These are observatories. So we have to walk a little bit to go to see the beautiful ഓക്കെ. lake there. ഇതൊക്കെ ഒബ്സർവേറ്ററി ആണ്. Now you will see lake. ആ ഒരു മലയുടെ മുകളിൽ കുറേ കുരിശുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒബ്സർവേറ്ററി ഫ്രം മിലിറ്ററി. No, it's like checking whether this. ഓക്കെ. കാലാവസ്ഥയെ പറ്റിയൊക്കെ പഠിക്കാനായിട്ടുള്ള ടീമുകളുടെ ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. നമ്മളപ്പോൾ ഖാരി ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പ് വരെ വന്നത്. ഇവിടെ കാണുന്നുണ്ട് ഈ ഭാഗത്താണ് ലേക്ക്. ഖാരി എന്നുള്ള ആർമേനിയൻ വാക്കിൻ്റെ അർത്ഥം സ്റ്റോൺ എന്നാണ്. ഖാരി ലേക്ക് എന്ന് പറഞ്ഞാൽ ലേക്ക് ഓഫ് സ്റ്റോൺ അങ്ങനെയാണ്. ഇവിടുത്തെ മഞ്ഞുരുകിയുള്ള വെള്ളമാണ് ഈ ലേക്കിലുള്ളത്. ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ 2-3 ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഉണ്ട്. അവരോട് പെർമിഷൻ വാങ്ങിയിട്ട് നമ്മൾ അകത്ത് കയറി. It was like a protection. Okay. You see, like we call it bull stone. Oh, bullshit. Bull-shaped Vishap. Vishap means dragon. So they brought it from another place. Naturally you got like this shape. No, you see the shape? Uh-huh. They put bull like this and kill. You can see. ഓക്കെ. പുള്ളി പറഞ്ഞ എന്തോ കാളയുടെ ഒരു കെട്ടിത്തൂക്കി ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഷേപ്പാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്താണെന്ന് കറക്റ്റ് മനസ്സിലായില്ല. എനിക്കൊന്ന് കാളയുടെ എന്തോ ഒരു തുടയല്ലോ അങ്ങനെ എന്തോ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. വാട്ട് ഈസ് വിഷാപ്? Dragon. ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു വല്ലാത്ത ലുക്കാണ്. ഈ ഒരു പച്ചപ്പിനിടയിൽ കറുത്ത കെട്ടിടമില്ല. കൊള്ളാം. എനിക്ക് എന്താ വഴിയുണ്ട്. വേണമെങ്കിൽ പോയി കാണിച്ചു. തണുപ്പുണ്ടാച്ചു. When we get down from the car, it was cold. Now it's okay. You are used already. Yeah. I haven't checked actually how much was the weather. Really? ഇതൊക്കെ എന്തോ പഴയ കെട്ടിടങ്ങളൊക്കെ തകർന്ന് കിടക്കാണ് ഇതിൻ്റെ ഇവരുടെ ഒബ്സർവേറ്ററിയുടെ. ഇവിടെ തന്നെ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങിലും വർക്കിംഗ് ഒന്നും അല്ല. ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ്. പക്ഷെ കാണാൻ വല്ലാത്ത ലുക്കാണ്. ഇവിടെ ഒരു ടവർ മറിഞ്ഞ് താഴെ കിടപ്പുണ്ട്. നമ്മളിവിടെ ഇറങ്ങുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഗൈഡിൻ്റെ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ജാക്കറ്റ് നമുക്ക് തന്നു. അതിപ്പോൾ ഒരാളിട്ടിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി കുറച്ചിങ്ങനെ നടന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ തണുപ്പുമായിട്ട് സെറ്റായി.
എനിക്കൊന്നൊരു 12-13 ഡിഗ്രി ആയിരിക്കും ഉള്ളത് തണുപ്പ്. നല്ല തണുപ്പുണ്ട്. അതായത് ഈ മഞ്ഞൊന്നും ഇപ്പോഴും ഉരുകി തീർന്നിട്ടില്ലല്ലോ. അത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ആ മഞ്ഞൊക്കെ അവിടെ ഉണ്ടാവൂ. നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറി പോകാമെന്നുള്ളൊരു ഡിസ്റ്റൻസിലാണുള്ളത്. ഒരു 500 മീറ്റർ നടന്ന് കയറി പോകണം. പക്ഷേ ആ ഒരു ഡിസ്റ്റൻസിലാണുള്ളത്. ഇവിടുത്തെ ഈ പൊടിയും കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഇവർ സിമൻറ്റ് വെച്ച് മിക്സ് ചെയ്തിട്ട് ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. ഇത് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് നമ്മുടെ വോൾക്കാനിക് ഇറക്റ്റഡ് കല്ലുകളില്ലേ, റോക്ക്, വോൾക്കാനിക് ഇറക്റ്റഡ് റോക്ക് എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ആ സംഭവമാണ് പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. കുപ്പിച്ചില് പോലെ തിളങ്ങുന്നുണ്ട്. ഈ ഒരു തടാകത്തിന് ഖാരി ലിച്ച് എന്നുള്ള ഒരു പേരുമുണ്ട്. ഖാരി ലിച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് അരഗാഡ് മൗണ്ടൻ്റെ ഒരു ഏരിയയിലാണ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഖാരി ലിച്ച് വരുന്നത്. ഐസ് ഉരുകി ഉണ്ടാകുന്ന വെള്ളമാണ്, ശുദ്ധജലമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3185 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഏകദേശം 8 മീറ്റർ ആഴമാണ് ഈ ഒരു തടാകത്തിനുള്ളത്. മഞ്ഞ് സമയമാകുമ്പോൾ ഇതെല്ലാം ഐസായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഈ വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. എൻ്റെ നാക്കൊക്കെ തണുപ്പ് കാരണം ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം തണുപ്പുള്ള വെള്ളത്തിൽ ഈ നായ ഇറങ്ങിക്കിടക്കുന്നു. വെറുതെ ഇവിടെ കരയിൽ നിന്നാണ്. കുറച്ച് മുമ്പ് നേരെ വെള്ളത്തിനകത്ത് ഇറങ്ങിയിട്ട് ഇത്രയും സമയം കിടക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്ന് വിളിച്ചപ്പോൾ കയറി വന്നതാണ്. നല്ല ക്രിസ്റ്റൽ പോലെ തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ ചുറ്റുമുള്ള കുന്നുകളും മഞ്ഞും ഒക്കെ, ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സന്ദർശകർ ഇങ്ങോട്ട് വരുന്നത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നിർമ്മിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, അതുപോലെ കോസ്മിക് റേ റിസർച്ച് സ്റ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. വ്യൂ ഒരു രക്ഷയില്ല. അർമേനിയയിൽ ഈ കാർ മാർഗം പോകാൻ പറ്റുന്ന ഏറ്റവും പൊക്കം കൂടിയ സ്ഥലവും ഈ ഒരു ഖാരി ലിച്ചാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4090 മീറ്റർ ഉയരമുള്ള അർമേനിയയിലെ ഏറ്റവും പൊക്കം കൂടിയ പർവ്വതനിരകളാണ് ഈ അരഗാദ് മൗണ്ടൻസ്. പൊതുവെ ഹൈക്കിംഗ് പോലെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണിത്. വർഷത്തിൽ പകുതിയോളം സമയം ഈ തടാകം ഉൾപ്പെടെ ഈ ഒരു ഏരിയ മുഴുവൻ മഞ്ഞ് മൂടി കിടക്കും. അപ്പോൾ കുറേ സമയം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. ഇപ്പോൾ 2 മണിയാവുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ തിരിച്ച് പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അരഗാദ് മൗണ്ടനും ഖോറി ലേക്കിലെയും കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ തിരിച്ചിനി യെറവനിലോട്ട് പോകാം. ഇവിടുന്ന് 1.5 മണിക്കൂർ ട്രാവലുണ്ട് യെറവനെത്താൻ. നമ്മളെത്തുമ്പോൾ 4 മണിയാവും. ഫുഡൊക്കെ കഴിച്ചിട്ടെത്തുമ്പോൾ 4 മണിയല്ല 5 മണിയാവും. അപ്പോൾ ചിലപ്പോൾ മദർ ഓഫ് അർമേനിയ അല്ലെങ്കിൽ ജനസൈഡ് മ്യൂസിയം ഒക്കെ കാണാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.